ഇന്നത്തെ പെൺകുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അവർ പലപ്പോഴും ആണുങ്ങളെക്കാൾ എഡ്യൂക്കേഷൻ മാത്രമല്ല, അവർ വളരെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സത്യത്തിൽ കുടുംബത്തെ ബന്ധത്തിനെ നന്നായി സ്വാധീനിക്കുന്നതായി കാണപ്പെടുന്നു. കാരണം പലപ്പോഴും ഈ പെൺകുട്ടികൾ ആണുങ്ങളെക്കാൾ സ്മാർട്ടാണ്, അവർ ഹൈലി ഏണിംഗ് ആണ്. ഈ ജെൻഡറിലെ റോൾ ചേഞ്ചുകൾ, പുരുഷൻ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീ സമ്പാദിക്കുകയും അവൾ കൂടുതൽ വിദ്യാഭ്യാസം നേടുകയും എല്ലാം ചെയ്യുന്നത് ഇവരുടെ റെസ്പെക്റ്റിനെ ബാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് വരുമ്പോൾ തോന്നിയിട്ടുണ്ടോ? ഒരു പുരുഷൻ ഒരു ഇൻഫീരിയർ കോംപ്ലക്സും സ്ത്രീക്ക് കുറച്ചും കൂടി ഒരു ആധിപത്യം കൂടുതൽ കാണിക്കാൻ കാരണം ഞാൻ സമ്പാദിക്കുന്നവളാണ്, അത്തരമൊരു തോന്നൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്? അങ്ങനെ ഉണ്ടാകുന്ന കേസുകൾ കൂടുന്നുണ്ടോ? ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കുറേ കേസുകൾ വരാറുണ്ട്. പക്ഷേ അത് അപൂർവം ചില കേസുകളെ അങ്ങനെയുള്ളൂ. ഞാൻ അതിൽ മനസ്സിലാക്കുന്നതും അങ്ങനെ വന്നാൽ തന്നെ മനസ്സിലാക്കി കൊടുക്കാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധം ഉണ്ടായി കൊടുക്കല ചെയ്യുക. ജീവിത ലക്ഷ്യം പിഴച്ചു പോയാൽ എല്ലാം പിഴച്ചു പോകും, എല്ലാത്തിലും കുറ്റങ്ങൾ കാണേണ്ടി വരും. ജീവിത ലക്ഷ്യം ഒരിക്കലും മറന്ന് നമ്മൾ ജീവിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ഉദാഹരണത്തിന് അതിലൊരു കഥ പറയാണ്. ലോകത്ത് ഏറ്റവും നമ്പർ 1 ഓട്ടക്കാരൻ്റെ വീട്ടിൽ ഒരിക്കലും ഒരു കള്ളൻ വന്നു. കള്ളൻ വന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? കള്ളനെ പിടിക്കാൻ വേണ്ടി കള്ളൻ്റെ കൂടെ കൂടി എന്ന് മാത്രമല്ല, കുറേ അങ്ങ് ഓടിയിട്ടും ഇയാളും കള്ളനും 50 മീറ്റർ ഡിസ്റ്റൻസിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇയാൾ എന്തിനാ ആദ്യം ഓടി? കള്ളനെ പിടിക്കാനാണ്. അതാണ് അയാളുടെ ലക്ഷ്യം. പക്ഷെ പെട്ടെന്ന് അയാളെ മനസ്സിൽ തോന്നി, എന്താ അറിയോ, ലോകത്തെ ഏറ്റവും വലിയ ഓട്ടക്കാരനായി എന്നെ തോൽപ്പിക്കാൻ ഒരു കള്ളനോ? ഇയാള് ആരാണ്? അങ്ങനെ ഇയാള് ഓടിക്കള്ളനെ മറികടന്ന് ഇയാൾ ഓടി ജയിച്ചു. കുറേ അങ്ങ് എത്തിയപ്പോഴാണ് അയാൾക്ക് തിരിച്ചു വന്നത്, എന്റെ ലക്ഷ്യം ഇതായിരുന്നു. ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്യബോധം എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം? ഒരു ലക്ഷ്യബോധം നമുക്ക് ഉണ്ടാവണം. ആ ലക്ഷ്യം എന്താവട്ടെ, അത് ഈ ദുനിയാവാണെങ്കിൽ ദുനിയാവ്, ഇനി പരലോകവുമായിട്ട് ബന്ധപ്പെട്ട ജീവിതമാണെങ്കിൽ അത് ഏതാവട്ടെ, ഓരോരുത്തർ ഇഷ്ടമാണ് ലക്ഷ്യം നേടുക. ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ കൂടെ വരുന്നവരാണ് എൻ്റെ കൂട്ടുകാർ. അതിൻ്റെ കൂടെ നമുക്ക് കുറയാൻ എത്തുമ്പോഴാണ് പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ സ്വാഭാവികമായിട്ടും മനുഷ്യനാണ്, വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉണ്ട്. അത് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് സമൂഹം അംഗീകരിച്ചു തന്ന ഒന്നാണ് വിവാഹം. അങ്ങനെ തന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ കുറേ ആളുകൾ പഠിച്ചിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാനൊരു ഇണയെ തിരഞ്ഞെടുത്തു. ഇണ തുണ എന്നാണ് ശരിക്കും പറയാം. വസ്ത്രങ്ങൾ പോലെ ജീവിക്കുക എന്നുള്ളതാണ്, പരസ്പരം അറിഞ്ഞ് ജീവിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന ഒരാൾക്ക് ഞങ്ങളുടെ ലക്ഷ്യവും ഞങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ ഭാര്യ ടീച്ചറാണെങ്കിലും അവർ കളക്ടറാണെങ്കിലും ഇനി ഞാൻ ഒരു സാധാരണക്കാരനാണെങ്കിലും ഇതിലൊന്നും എന്തില്ല, ഒരു ഈഗോ ക്ലാഷ് വരാൻ സാധ്യതയില്ല.